നമസ്കാരം. KCV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചെങ്ങന്നൂരാദി അംഗത്തിന് ഫോക്ലോർ അക്കാദമിയുടെ നേതൃത്വത്തിൽ മാന്നാറിൽ സ്ഥിരം വേദി ഒരുക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ. 10 ദിവസക്കാലം അംഗക്കളരി നടത്തുന്നതിനുള്ള പദ്ധതികൾ തയ്യാറാക്കുമെന്നും മന്ത്രി. ഉയിർപ്പിന്റെ പ്രത്യാശയിൽ ഈസ്റ്റർ ആഘോഷിച്ച വിശ്വാസികൾ. ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും ശുശ്രൂഷയും. ഈസ്റ്റർ ദിനത്തിൽ ഉപവാസ സമരവുമായി JSS കുട്ടനാട് മണ്ഡലം കമ്മിറ്റി. കുട്ടനാട്ടിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നും കാർഷിക മേഖലയിലെ പ്രതിസന്ധിക്ക് പരിഹാരം കാണണമെന്നും നേതാക്കൾ. വാർത്തകൾ വിശദമായി. ചെങ്ങന്നൂരാദി അമ്പത്തിരടി അംഗത്തിന് ഫോക്ലോർ അക്കാദമിയുടെ നേതൃത്വത്തിൽ മാന്നാറിൽ സ്ഥിരം വേദി ഒരുക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ. 10 ദിവസക്കാലം അംഗക്കളരി നടത്തുന്നതിനുള്ള പദ്ധതികൾ തയ്യാറാക്കുമെന്നും മന്ത്രി പറഞ്ഞു. മാന്നാർ ബ്രഹ്മോദയം കളരിയുടെ നേതൃത്വത്തിൽ മുട്ടേൽ ഭാഗത്ത് പ്രത്യേകം തയ്യാറാക്കിയ അങ്കത്തട്ടിൽ 3 ദിവസങ്ങളിലായി നടക്കുന്ന ചെങ്ങന്നൂരാദി അംഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി സജി ചെറിയാൻ. എന്തായാലും ഇങ്ങനൊരു അംഗം തുടങ്ങും എന്നത് വളരെ സന്തോഷം. പക്ഷേ നമുക്ക് അടുത്ത ഒരു സീസണിൽ അതിനുള്ള പണം ഈ വർഷത്തെ ബഡ്ജറ്റിൽ തന്നെ നമ്മൾ വെച്ചിട്ടുണ്ട്. കേരളത്തിലെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇത്തരത്തിലൊരു 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു അംഗക്കളരി, അതിപ്പോൾ തലശ്ശേരിയിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ തിരുവിതാംകൂറിൻ്റെ ഭാഗത്ത് നടപ്പാക്കാൻ ഈ വർഷം സാംസ്കാരിക വകുപ്പ് തന്നെ പണം മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊരു 8-10 ഏക്കർ സ്ഥലം പാടശേഖരങ്ങൾ ലഭ്യമായാൽ അംഗം നിർമ്മിച്ച്, അംഗം ചെങ്ങന്നൂരാദി അമ്പത്തിരടി കളരി എന്ന് പറയുന്ന രൂപത്തിലുള്ള അംഗത്തറ നിർമ്മിച്ച്, അംഗത്തട്ട് നിർമ്മിച്ച് നമുക്ക് മഴയില്ലാത്ത സമയം നോക്കി ഒരു 10 ദിവസത്തെ ഒരു വലിയ പ്രോഗ്രാം നടത്തണമെന്നൊരു പ്ലാൻ നമ്മുടെ മനസ്സിലിങ്ങനെ ഉണ്ടാകുകയും അത് ഈ വർഷം ഞങ്ങൾ അതിനുള്ള പ്രിപ്പറേഷൻ ഫോക്ലോർ അക്കാദമി നടപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായാലും മാന്നാർ തന്നെ അത് സെലക്ട് ചെയ്യാനാണ് ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത്. സ്വാഗത സംഘം രക്ഷാധികാരി റിട്ടയർഡ് ക്യാപ്റ്റൻ KC രാഘവൻ അധ്യക്ഷനായിരുന്നു. കേരള ഫോക്ലോർ അക്കാദമി ചെയർമാൻ OS ഉണ്ണികൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. പ്രോഗ്രാം ചെയർമാനും ബ്രഹ്മോദയം കളരി ഗുരുക്കളുമായ KR രതീബ് ഗുരുക്കളെ കൊടിക്കുന്നിൽ സുരേഷ് MP ആദരിച്ചു. മാന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV രത്നകുമാരി, ND സന്തോഷ് ഗുരുക്കൾ, ഹരിചന്ദന, D അജയകുമാർ, PN ശെൽവരാജ്, സതീഷ് കൃഷ്ണൻ, M സുനിജ, സതീഷ് കുമാർ, ശ്രീനിലയം തുടങ്ങിയവർ സംസാരിച്ചു. ഉയിർപ്പിന്റെ പ്രത്യാശയിൽ ഈസ്റ്റർ ആഘോഷിച്ച് ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ. ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും ശുശ്രൂഷകളും നടന്നു. മാന്യപ്രേക്ഷകർക്ക് KCV ന്യൂസിന്റെ ഈസ്റ്റർ ആശംസകൾ. പീഡാനുഭവങ്ങൾക്കും കുരിശുമരണത്തിനും ശേഷം യേശു ഉയർത്തെഴുന്നേറ്റതിൻ്റെ ഓർമ്മ പുതുക്കുകയാണ് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ. വിവിധ ദൈവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും ശുശ്രൂഷകളും നടന്നു. ശനിയാഴ്ച വൈകുന്നേരം തുടങ്ങിയ ശുശ്രൂഷകൾ നേരം പുലരും വരെ തുടർന്നു. ഈസ്റ്റർ ദിനത്തിൽ ഉപവാസ സമരവുമായി JSS കുട്ടനാട് മണ്ഡലം കമ്മിറ്റി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കൈനടി ജംഗ്ഷനിൽ ഞായറാഴ്ച രാവിലെ 10 മുതൽ വൈകുന്നേരം 6 വരെയാണ് JSS നേതാക്കൾ ഉപവസിച്ചത്. കൈനടി പനച്ചുവട് റോഡ് നിർമ്മാണം എത്രയും വേഗം പൂർത്തീകരിക്കുക, കുട്ടനാട്ടിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുക, നെൽകാർഷിക മേഖലയിലെ പ്രതിസന്ധിക്ക് പരിഹാരം കാണുക, തട്ടാശ്ശേരി കാവാലം പാലം പണി ഉടൻ ആരംഭിക്കുക, തൊഴിലില്ലായ്മ പരിഹരിക്കുക, ആശാവർക്കർമാരുടെ ആവശ്യങ്ങൾ പരിഗണിക്കുക, നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം നിയന്ത്രിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് JSS നേതാക്കൾ ഈസ്റ്റർ ദിനത്തിൽ ഉപവസിച്ചത്. പാർട്ടി കുട്ടനാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഉപവാസ സമരം മുൻ MLA പ്രൊഫസർ AV താമരാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. നേതാക്കന്മാർ ഈ കുട്ടനാടിലെ സാധാരണ ജനങ്ങൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കേണ്ടതിന് വേണ്ടി അതിന് പരിഹാരം ഉണ്ടാകുമെന്ന പ്രത്യാശയോടുകൂടി
ഇന്ന് അധികാരത്തിലേക്കുള്ള കണ്ണു തുറപ്പിക്കാൻ വേണ്ടി ഈ ഉപവാസ സമരം അനുഷ്ഠിക്കുന്നു. ആ സമരത്തിൽ സമരത്തിൽ നേതൃത്വം കൊടുക്കുന്ന നേതാക്കന്മാരെ JSS സംസ്ഥാന കമ്മിറ്റിയുടെ പേരിൽ ഞാൻ ആദ്യമായി അഭിവാദ്യം ചെയ്യുകയാണ്. ഇവിടെ ഈ നാടിനെ ബാധിക്കുന്ന നിരവധി പ്രശ്നങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ജനങ്ങളുടെ കുടിവെള്ള പ്രശ്നമാണ്. നമുക്ക് ശുദ്ധവായു വേണം, കുടിക്കാൻ കുടിവെള്ളം വേണം, ആഹാരം വേണം, താമസിക്കാൻ വീട്, ഇതൊക്കെയാണ് ഒരു മനുഷ്യന്റെ പ്രാഥമികമായ ആവശ്യം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കുടിവെള്ളം എന്നുള്ളത്. പ്രതിഷേധ പരിപാടിയിൽ JSS മണ്ഡലം വൈസ് പ്രസിഡന്റ് KK ശിവദാസ് അധ്യക്ഷനായി. സംസ്ഥാന സെന്റർ അംഗം KP സുരേഷ് ആമുഖ പ്രസംഗവും കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം ഉന്നതാധികാര സമിതി അംഗം നൈനാൻ തോമസ് മുഖ്യപ്രഭാഷണവും നടത്തി. JSS മണ്ഡലം സെക്രട്ടറി ജോണി പുതിയിടം, മുൻ പഞ്ചായത്ത് അംഗം CB മൂലങ്കുന്നം, ജോയ് PJ, ബീന സുരേഷ്, ആശാ G കിടങ്ങൂർ, അനിൽകുമാർ നീലംപേരൂർ, അഡ്വക്കേറ്റ് ആദിത്യ സുരേഷ്, സദാനന്ദൻ പുല്ലാത്തുശ്ശേരി എന്നിവർ സംസാരിച്ചു. ചെറുകര SNDP UP സ്കൂളിൽ സ്ഥാപിച്ച സോളാർ പാനലിന്റെ ഉദ്ഘാടനം കൊടിക്കുന്നിൽ സുരേഷ് MP നിർവഹിച്ചു. പൂർവ്വ വിദ്യാർത്ഥികളും സ്കൂൾ സ്റ്റാഫും മാനേജ്മെന്റും ചേർന്ന് സ്വരൂപിച്ച ഫണ്ട് വിനിയോഗിച്ചാണ് 5 കിലോവാട്ട് റൂഫ് ടോപ്പ് സോളാർ പ്ലാന്റ് ഒരുക്കിയിട്ടുള്ളത്. LKG മുതൽ 7ാം ക്ലാസ് വരെയുള്ള 370-ലേറെ കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയമാണ് ചെറുകര SNDP UP സ്കൂൾ. കുട്ടികളിൽ കായികക്ഷമത വർദ്ധിപ്പിക്കുക, ആത്മവിശ്വാസവും ഏകാഗ്രതയും മെച്ചപ്പെടുത്തുക, മികച്ച കായിക താരങ്ങളെ വാർത്തെടുക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ സ്കൂളിൽ ആരംഭിച്ച കനോയിങ്ങിന്റെയും നീന്തൽ പരിശീലനത്തിന്റെയും ഉദ്ഘാടനവും കൊടിക്കുന്നിൽ സുരേഷ് MP നിർവഹിച്ചു. ഇത് സ്വാഗതാർഹമായ നടപടിയാണ്. മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അമ്പലങ്ങൾക്കും ഒക്കെ തന്നെ ഈ മാതൃക സ്വീകരിക്കാവുന്നതാണ് എന്ന് ഈ അവസരത്തിൽ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഈ സോളാർ പാനൽ ഇന്ന് ചെറുകിട SNDP UPS ആരംഭിച്ചെങ്കിൽ നാളുകളിൽ സാർവത്രികമായി നമ്മുടെ എല്ലാ സ്കൂളുകളിലും കോളേജുകളിലും അതുപോലെ വീടുകളിലും സ്ഥാപനങ്ങളിലും എല്ലാം തന്നെ സോളാർ പാനലിലൂടെ വൈദ്യുതി ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. അതിനൊരു തുടക്കം ഈ സ്വാതന്ത്ര്യത്തെ നമ്മുടെ ഈ നീലംപേരൂർ പ്രദേശത്ത് ആദ്യമായി കാണാൻ ഇങ്ങനെയൊരു സോളാർ പാനലിന് വേണ്ടി വൈദ്യുതി ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. അതിനെ ശാഖാഭാരവാഹികളെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുവാൻ നിയോഗിക്കുകയാണ്. ഉദ്ഘാടന ചടങ്ങിൽ നീലംപേരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK തങ്കച്ചൻ അധ്യക്ഷനായി. SNDP യോഗം കുട്ടനാട് യൂണിയൻ കൺവീനർ സന്തോഷ് ശാന്തി മുഖ്യപ്രഭാഷണം നടത്തി. കേരള സ്പോർട്സ് കൗൺസിൽ അംഗവും കനോയിങ് കയാക്കിംഗ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് അനിൽ ബോസ് മുഖ്യാതിഥിയായി പങ്കെടുത്ത് ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. കാവാലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TT സത്യദാസ്, ഗ്രാമപഞ്ചായത്ത് അംഗം പ്രിയലക്ഷ്മി കൃഷ്ണരാജ്, ശാഖായോഗം പ്രസിഡന്റ് ശിവദാസ് ആതിര, സെക്രട്ടറി CK അജീഷ്, സ്കൂൾ പ്രധാനാധ്യാപിക പ്രവീണ, PTA പ്രസിഡന്റ് ദിലീപ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. AIYF, മഹിളാ സംഘം, AISF എന്നീ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ ആലപ്പുഴ ജില്ലയിലെ വിവിധ മണ്ഡലം കേന്ദ്രങ്ങളിൽ ഏപ്രിൽ 21-ന് ലഹരിക്കെതിരെ ബഹുജന ശൃംഖല സൃഷ്ടിക്കും. ലഹരിക്കെതിരാകാം, ജീവിതങ്ങളെ രക്ഷിക്കാമെന്ന സന്ദേശമുയർത്തി 3ാം ഘട്ട ക്യാമ്പയിനാണ് സംഘടനകൾ നേതൃത്വം നൽകുന്നത്. വിവിധ കേന്ദ്രങ്ങളിൽ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ അണിനിരക്കും. ശൃംഖലയുടെ ഭാഗമായി ആയിരങ്ങൾ ലഹരി വിരുദ്ധ പ്രതിജ്ഞയെടുക്കും. ലഹരിക്കെതിരെ യുവജന, മഹിളാ, വിദ്യാർത്ഥികളെ അണിനിരത്തിയുള്ള തുടർച്ചയായ ക്യാമ്പയിനുകൾ അനിവാര്യമാണെന്നും അതിന്റെ ഭാഗമായി വരും ദിവസങ്ങളിൽ ലോക്കൽ അടിസ്ഥാനത്തിൽ പരിപാടികൾ സംഘടിപ്പിച്ച് മുന്നോട്ടു പോകുമെന്നും നേതാക്കൾ അറിയിച്ചു. AIYF-ൻ്റെയും മഹിളാ സംഘത്തിൻ്റെയും വിദ്യാർത്ഥി സംഘടനയായ AISF-ൻ്റെയും സംയുക്തമായി നമ്മുടെ ജില്ലയിൽ 3ാമത്തെ ഘട്ട ക്യാമ്പയിനാണ് ഇപ്പോൾ നടക്കുന്നത്. കാരണം കേവലം ഒരു ക്യാമ്പയിൻ കൊണ്ട് മാത്രം ഇതിനെതിരെ നമുക്ക് ഒരു പരിഹാരമുണ്ടാക്കാൻ സാധിക്കില്ല എന്നറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇത് ഞങ്ങളിപ്പോൾ ഏകദേശം ഒരു 1-2 വർഷക്കാലമായി തന്നെ തുടർച്ചയായ ക്യാമ്പയിൻ ഇതുമായി ബന്ധപ്പെട്ടെടുക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ലഹരിക്കെതിരാകാം, ജീവിതങ്ങളെ രക്ഷിക്കാം എന്ന സന്ദേശമുയർത്തിക്കൊണ്ട് ഈ 3 സംഘടനകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ജില്ലയിലെ വിവിധ മണ്ഡലം കേന്ദ്രങ്ങളിൽ ഏപ്രിൽ 21 മറ്റേനാൾ ഒരു ബഹുജന ശൃംഖല സൃഷ്ടിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി വിവിധ കേന്ദ്രങ്ങളിൽ സാമൂഹിക, മത, രാഷ്ട്രീയ
സാമൂഹിക രംഗത്തെ പ്രമുഖന്മാർ ഈ പരിപാടിയിൽ അണിനിരക്കുന്നുണ്ട്. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള ലഹരിവിരുദ്ധ ക്യാമ്പയിനിൽ പങ്കാളികളാകുമെന്നും നേതാക്കൾ പറഞ്ഞു. AIYF ജില്ലാ സെക്രട്ടറി സനൂപ് കുഞ്ഞുമോൻ, മഹിളാ സംഘം ജില്ലാ സെക്രട്ടറി ദീപ്തി അജികുമാർ, AISF ജില്ലാ സെക്രട്ടറി ആദർശ് തുളസീധരൻ, AISF ജില്ലാ പ്രസിഡന്റ് അജയ് കൃഷ്ണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വാലടി മുളയ്ക്കാംതുരുത്തി പാലത്തിനു സമീപം കുടുംബശ്രീ പ്രവർത്തകർ ആരംഭിച്ച വാട്ടർ ടൂറിസം പദ്ധതി ശ്രദ്ധേയമാകുന്നു. നീലമ്പേരൂർ പഞ്ചായത്ത് 7-ാം വാർഡിലെ 3 കുടുംബശ്രീ യൂണിറ്റിലെ അംഗങ്ങൾ ചേർന്നാണ് ജലവിനോദങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. നീലമ്പേരൂർ പഞ്ചായത്തിലെ വാലടിയിലെത്തിയാൽ അവധി ആഘോഷം അവിസ്മരണീയമാക്കാം. മുളയ്ക്കാംതുരുത്തി പാലത്തിനു സമീപം വെള്ളം കയറ്റിയ പാടശേഖരത്തിൽ കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയ വാട്ടർ ടൂറിസം പദ്ധതിയാണ് ഏറെ ശ്രദ്ധേയമാവുന്നത്. പാടശേഖരത്തിൽ ഒരുക്കിയിട്ടുള്ള കയാക്കിംഗ്, പെഡൽ ബോട്ടിംഗ്, കുട്ടവഞ്ചി സവാരി തുടങ്ങിയ വിനോദങ്ങൾക്കായി ഇവിടെ എത്തുന്നവരുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. ഉച്ചകഴിഞ്ഞ് 2:30 മുതൽ വൈകിട്ട് 6:30 വരെയാണ് പ്രവർത്തന സമയം. അവധി ദിവസങ്ങളിൽ നിരവധി ആളുകളാണ് ജലവിനോദങ്ങൾക്കായി ഇവിടെ എത്തുന്നത്. പാടശേഖരത്തിലാണെങ്കിലും ലൈഫ് ജാക്കറ്റ് പോലെയുള്ള സുരക്ഷാ സംവിധാനങ്ങളും കുടുംബശ്രീ പ്രവർത്തകർ ഒരുക്കിയിട്ടുണ്ട്. പഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ജില്ലാ മിഷൻ്റെയും നല്ലൊരു കൂട്ടായ്മയായിട്ടുള്ള പ്രവർത്തനത്തിലാണ് ഈ സംരംഭം ഇവിടെ നടത്താൻ പറ്റുന്നത് തന്നെ ഓർക്കുന്നു. പല മാധ്യമങ്ങളുടെയും തന്നെ ഈ ഒരു സംരംഭം എല്ലാ ജനങ്ങളിലേക്കും കേരളത്തിലൊട്ടാകെ തന്നെ ഈ സംരംഭത്തെക്കുറിച്ച് അറിയിക്കാൻ സാധിച്ചിട്ടുണ്ട്. നീലമ്പേരൂർ പഞ്ചായത്ത് 7-ാം വാർഡിലെ 3 കുടുംബശ്രീ യൂണിറ്റ് അംഗങ്ങൾ ചേർന്നാണ് വാട്ടർ ടൂറിസം പദ്ധതി ആരംഭിച്ചത്. സന്ധ്യ മനോജ്, സരസമ്മ ബേബി, ഷേർലി രാജേന്ദ്രൻ, മണിയമ്മ വിനോദ്, മോളി രാജേന്ദ്രൻ എന്നിവർ പദ്ധതിക്ക് ചുക്കാൻ പിടിക്കുന്നു. റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി നീലമ്പേരൂർ പഞ്ചായത്തിന്റെയും കുടുംബശ്രീയുടെയും സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. ദേശീയ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷ JEE മെയിനിൽ കോഴിക്കോട് കാക്കൂർ സ്വദേശി അക്ഷയ് ബിജു കേരളത്തിൽ ഒന്നാമതെത്തി. 1-ാം സെഷനിൽ നേടിയ 99.99605% സ്കോറോടെയാണ് അക്ഷയ് കേരളത്തിൽ 1-ാം സ്ഥാനത്തെത്തിയത്. മുട്ടാർ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ ഡോക്ടർ CK നിഷയുടെയും കോഴിക്കോട് മാനാഞ്ചിറ അഡീഷണൽ സബ് ട്രഷറി ജൂനിയർ സൂപ്രണ്ട് N ബിജുവിന്റെയും മകനാണ് അക്ഷയ്. കോട്ടയം മാന്നാനം കുര്യാക്കോസ് ഏലിയാസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ +2 വിദ്യാർത്ഥിയാണ്. ഇനി ഇടവേള. ഇടിമണ്ണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഇപ്പൊ ഇടിമണ്ണിക്കല കല്യാണം. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ ഗ്രാമപഞ്ചായത്തുകളുടെ നേട്ടവും കോട്ടവും കണ്ടറിഞ്ഞൊരു യാത്ര ഗ്രാമപഞ്ചായത്തുകളിലൂടെ KCV ന്യൂസ് ചാനലിൽ ശനിയാഴ്ചകളിൽ രാത്രി 9:30, പുനഃസംപ്രേഷണം ഞായറാഴ്ച രാവിലെ 8:30. വാർത്തകൾ തുടരുന്നു. ഇന്നലകളിൽ ഇന്ന്. ഇന്നേ തീയതിയിൽ കഴിഞ്ഞ കാലത്തിന്റെ നാൾവഴികളിലെ പ്രധാനപ്പെട്ട ഒരു സംഭവത്തെക്കുറിച്ച് ഒരു ലഘു വിവരണം. ഇന്നലകളിൽ ഇന്ന്. 1902 ഏപ്രിൽ 20 മാഡം ക്യൂറി റേഡിയോ ആക്റ്റീവ് മൂലകമായ റേഡിയം വേർതിരിച്ചെടുത്തു. റേഡിയം ശുദ്ധമായ രൂപത്തിൽ വേർതിരിച്ചെടുക്കാൻ വീണ്ടും 1911 വരെ കാത്തിരിക്കേണ്ടി വന്നു. ഉയർന്ന റേഡിയോ ആക്റ്റീവത ഉള്ളതും ശുദ്ധമായ രൂപത്തിൽ വെള്ളി നിറമുള്ളതുമായ മൂലകമാണ് റേഡിയം. റേഡിയത്തിൽ നിന്നുണ്ടാകുന്ന റഡോൺ വാതകം അർബുദ ചികിത്സയിൽ വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടിരുന്നു എന്നുള്ളത് റേഡിയത്തിൻ്റെ കണ്ടുപിടുത്തത്തിനെ വിപ്ലവകരമായ ഒന്നാക്കി മാറ്റി. റേഡിയം ബെർലിയവുമായി കൂട്ടിക്കലർത്തുമ്പോൾ അതൊരു ന്യൂട്രോൺ സ്രോതസ്സായി മാറും. ക്ലോക്കിൻ്റെയും വാച്ചിൻ്റെയും ഡയലുകൾക്കും ന്യൂക്ലിയർ പാനലുകൾക്കും എയർക്രാഫ്റ്റ് സ്വിച്ചുകൾക്കുമൊക്കെ ആകർഷകമായ തിളക്കം നൽകാൻ റേഡിയം അടങ്ങിയ പെയിന്റുകൾ ഉപയോഗിച്ചിരുന്നു. അജ്ഞാത മൂലകങ്ങളെ തേടിയുള്ള ഡിറ്റക്റ്റീവ് വർക്ക് എന്നാണ് പുതിയ റേഡിയോ ആക്റ്റീവ് മൂലകങ്ങൾ തേടിയുള്ള ഗവേഷണത്തെ മാഡം ക്യൂറി വിശേഷിപ്പിച്ചത്. സുരക്ഷാ സംവിധാനങ്ങൾ ഒന്നുമില്ലാതെ റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങൾ നിരന്തരം കൈകാര്യം ചെയ്തതിൻ്റെ ഫലമായുണ്ടായ അപ്ലാസ്റ്റിക് അനീമിയ എന്ന രോഗമാണ് ഊർജതന്ത്രത്തിലും രസതന്ത്രത്തിലും നൊബേൽ സമ്മാനം നേടിയ ഒരേ ഒരു വനിതയായ മേരി ക്യൂറിയുടെ ജീവൻ കവർന്നതെന്നതും കണ്ണീരോർമ്മയാണ്. ലവ് ചെസ് ലീവ് ഡ്രഗ്സ് എന്ന സന്ദേശവുമായി പുളിങ്കുന്ന് ഡോൺസ് YMCA ചെസ് അക്കാദമിയും പുളിങ്കുന്ന് സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളും സംയുക്തമായി സംഘടിപ്പിച്ച ഇന്റർനാഷണൽ മാസ്റ്റേഴ്സ് സമ്മർ ക്യാമ്പ് സമാപിച്ചു.
പുളിങ്ങുന്ന സെന്റ് ജോസഫ് സ്കൂളിൽ സംഘടിപ്പിച്ച ക്യാമ്പിൽ തിരുവനന്തപുരം, കൊല്ലം, അടൂർ, പുനലൂർ, കോട്ടയം, ആലപ്പുഴ എന്നിവിടങ്ങളിൽ നിന്നായി 35 വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ഇന്റർനാഷണൽ മാസ്റ്റർ ജൂബിൻ ജിമ്മി, നാഷണൽ സ്കൂൾ ഗെയിംസ് മെഡലിസ്റ്റ് സഫൽ ഫാസിൽ, സലിം കൃഷ്ണ എന്നിവർ പരിശീലകരായിരുന്നു. സമാപന സമ്മേളനത്തിൽ സ്കൂൾ ഹെഡ്മാസ്റ്റർ ഫാദർ കുറുപ്പശ്ശേരി CMI മുഖ്യാതിഥിയായി പങ്കെടുത്തു. ആര്യാട് എവർഷൈൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ സുവർണ ജൂബിലിയും വെൽഫെയർ സൊസൈറ്റിയുടെ രജത ജൂബിലി ആഘോഷവും ഏപ്രിൽ 21 മുതൽ 27 വരെ നടക്കും. ഏപ്രിൽ 21-ന് മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി G. സുധാകരൻ ജൂബിലി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യും. തെക്കനാര്യാട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എവർഷൈൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ആൻഡ് വായനശാല ഗ്രന്ഥശാലയുടെ സുവർണ ജൂബിലി ആഘോഷം, അതോടൊപ്പം അതിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വെൽഫെയർ സൊസൈറ്റിയുടെ സിൽവർ ജൂബിലി ആഘോഷവും 2025 ഏപ്രിൽ 21 മുതൽ 27 വരെ വിവിധ സമ്മേളനങ്ങളും നാടകം, മെഗാ ഷോ, ഗാനമേള തുടങ്ങി മികവുറ്റ കലാപരിപാടികളും അതോടൊപ്പം തന്നെ കൈകൊട്ടിക്കളി, തിരുവാതിര, സിനിമാറ്റിക് ഡാൻസ്, കരോക്കെ ചലച്ചിത്രഗാനം, ഫാൻസി ഡ്രസ്സ്, ക്രോസ് കൺട്രി തുടങ്ങിയ വിവിധ മത്സരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ആഘോഷിക്കുകയാണ്. സാഹിത്യകാരൻ നെടുമുടി ഹരികുമാർ സുവനീർ പ്രകാശനം ചെയ്യും. ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി കരോക്കെ ചലച്ചിത്രഗാന മത്സരം, തിരുവാതിര മത്സരം, സിനിമാറ്റിക് ഡാൻസ് മത്സരം എന്നിവ നടക്കും. ഏപ്രിൽ 27 നടക്കുന്ന സമാപന സമ്മേളനം കൃഷി വകുപ്പ് മന്ത്രി P. പ്രസാദ് ഉദ്ഘാടനം ചെയ്യുമെന്നും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തലവടിയിൽ കിണറ്റിൽ കുടുങ്ങിയ മൂർഖൻ പാമ്പിനെ പിടികൂടി. തലവടി പഞ്ചായത്ത് 11-ാം വാർഡിൽ ചേലേക്കാട് ബൈജുവിന്റെ വീട്ടിലെ കിണറ്റിൽ കുടുങ്ങിയ മൂർഖൻ പാമ്പിനെയാണ് പിടികൂടിയത്. പാമ്പ് കിണറ്റിൽ വീണുകിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട വീട്ടുകാർ എടത്വ പോലീസിൽ വിവരമറിയിച്ചു. പോലീസ് ഇടപെട്ടതിനെ തുടർന്ന് കരുവാറ്റ സ്വദേശിയായ സ്നേക്ക് റെസ്ക്യൂ ടീമിലെ ഫാദർ ഷാർലിയാണ് പാമ്പിനെ സാഹസികമായി പിടികൂടി വനംവകുപ്പിന് കൈമാറിയത്. എനിക്കെന്നുള്ളതല്ല, കേരളത്തിലെ ഒരു റെസ്ക്യൂവേഴ്സിനും ₹1 പോലും പ്രതിഫലമില്ലാതെ ഞങ്ങളുടെ സമയവും ഞങ്ങളുടെ സന്ദർഭവും ഞങ്ങളുടെ ജീവനെയും തൃണവൽക്കരിച്ചുകൊണ്ടാണ് ഈ ഒരു പ്രോഗ്രാം ചെയ്യുന്നത്. ഇവരെ ഭൂമിയിൽ ജീവിച്ചിരിക്കേണ്ടതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം നമ്മൾ ചിന്തിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും ഈ ഫീൽഡിലേക്ക് ഇറങ്ങിപ്പോകും. മൃഗങ്ങൾ നമുക്ക് ഉപകാരമാണ്. ഇവിടെ എലിയെ കൺട്രോൾ ചെയ്യുന്ന, സിസ്റ്റമാറ്റിക്കലി ഏത് നിലകളിലും പിടിക്കാൻ കഴിവുള്ള ഏക ഒരു ജീവി ഈ ഭൂമിയിലുള്ളത് പാമ്പാണ്. ആലപ്പുഴ തെക്കൻ പഴനി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ 14ാമത് പ്രതിഷ്ഠാ വാർഷികവും ശ്രീ സ്കന്ദ മഹായാഗവും മെയ് 1-ന് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തെക്കമ്പഴനി സുബ്രഹ്മണ്യ സ്വാമി മഹാക്ഷേത്രത്തിലെ 12 കളഭ മഹോത്സവം ഏപ്രിൽ 20, അതായത് നാളെ തുടങ്ങി മെയ് 1-ന് പര്യവസാനിക്കുകയാണ്. അതിനോടനുബന്ധിച്ച് 14ാമത് പ്രതിഷ്ഠാവാർഷിക കലശവും സ്കന്ദമഹായാഗവും മെയ് 1-ന് നടക്കുന്നു. ആ സ്കന്ദമഹായാഗം പഴനിമല ക്ഷേത്രത്തിൻ്റെ മുഖ്യ തന്ത്രി ബ്രഹ്മശ്രീ അമൃതലിംഗ ഗുരുക്കളുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തപ്പെടുന്നു. അതിന് ക്ഷേത്രം തന്ത്രി ജയ തുളസീധരൻ തന്ത്രി സാന്നിധ്യം വഹിക്കുന്നു. ഇത് 2025 മെയ് 1-ന് വ്യാഴാഴ്ച. അതുപോലെ തന്നെ ഏപ്രിൽ 29-ാം തീയതി നാരായണീയ സംഗമം നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. 29-ാം തീയതി ഏപ്രിൽ 29. പഴനിമല ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ അമൃതലിംഗ ഗുരുക്കളുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുക. ക്ഷേത്രത്തിലെ 12 കളഭം മഹോത്സവം ഏപ്രിൽ 20-ന് ആരംഭിച്ച് മെയ് 1-ന് സമാപിക്കും. 12 കളഭം മഹോത്സവത്തിന്റെ ഭാഗമായി നാരായണീയ പാരായണ സംഗമവും തിരുവാതിര സംഗമവും നടക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഇനി ഇന്നത്തെ അറിയിപ്പുകൾ. കോട്ടയം ജില്ലയിൽ ആരോഗ്യവകുപ്പിൽ ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 തസ്തികയിലേക്ക് പ്രസിദ്ധീകരിച്ച ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളവരിൽ 83 ഉദ്യോഗാർത്ഥികൾക്കുള്ള അഭിമുഖം ഏപ്രിൽ 23, 24, 25 തീയതികളിൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ കോട്ടയം ജില്ലാ ഓഫീസിൽ വെച്ചും 84 ഉദ്യോഗാർത്ഥികൾക്കുള്ള അഭിമുഖം പബ്ലിക് സർവീസ് കമ്മീഷന്റെ ആലപ്പുഴ ജില്ലാ ഓഫീസിൽ വെച്ചും നടത്തും. ഇത് സംബന്ധിച്ച് ഉദ്യോഗാർത്ഥികൾക്ക്
OTR പ്രൊഫൈൽ വഴിയും SMS മുഖേനയും അറിയിപ്പ് നൽകിയിട്ടുണ്ട്. വിശദവിവരത്തിന് 04812578 എന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ്. കേരള സർക്കാരിന്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ പാമ്പാടിയിൽ പ്രവർത്തിക്കുന്ന അസാബ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ ഫിറ്റ്നസ് ട്രെയിനർ കോഴ്സിന് അപേക്ഷ ക്ഷണിച്ചു. കേന്ദ്ര സർക്കാരിന്റെ NSDC വഴിയുള്ള NCVET സർട്ടിഫിക്കറ്റാണ് കോഴ്സിലൂടെ ലഭിക്കുന്നത്. +2 അടിസ്ഥാന യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. വിശദവിവരത്തിന് 9495999731 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. IHRDയുടെ മാവേലിക്കര കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ ഫ്രഞ്ച് A1 ലെവൽ കോഴ്സ് ഏപ്രിൽ 24 ആരംഭിക്കുന്നു. താൽപ്പര്യമുള്ളവർ 22 മുൻപ് കോളേജിലെത്തി പ്രവേശനം നേടണം. വിശദവിവരങ്ങൾക്ക് 9495069307 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യപ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 8945 രൂപ, പവന് 71,560 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചെങ്ങന്നൂരാദി അംഗത്തിന് ഫോക്ലോർ അക്കാദമിയുടെ നേതൃത്വത്തിൽ മാന്നാറിൽ സ്ഥിരം വേദി ഒരുക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ. 10 ദിവസക്കാലം അംഗക്കളരി നടത്തുന്നതിനുള്ള പദ്ധതികൾ തയ്യാറാക്കുമെന്നും മന്ത്രി. ഉയിർപ്പിന്റെ പ്രത്യാശയിൽ ഈസ്റ്റർ ആഘോഷിച്ച വിശ്വാസികൾ. ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും ശുശ്രൂഷയും. ഈസ്റ്റർ ദിനത്തിൽ ഉപവാസ സമരവുമായി JSS കുട്ടനാട് മണ്ഡലം കമ്മിറ്റി. കുട്ടനാട്ടിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നും കാർഷിക മേഖലയിലെ പ്രതിസന്ധിക്ക് പരിഹാരം കാണണമെന്നും നേതാക്കൾ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.